ഹായ് ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവരും എന്തോ ചെയ്യുന്നു, എങ്ങനെ ഇരിക്കുന്നു? അപ്പോൾ എല്ലാവർക്കും ഒരു ഹാപ്പി ന്യൂ ഇയർ. പിന്നെ ഈ വർഷത്തെ എൻ്റെ ഫസ്റ്റ് വീഡിയോ ആയിരിക്കും ഇത്. ഈ വർഷം ഞാൻ 2025 ഫസ്റ്റ് എടുക്കുന്ന വീഡിയോ ആയിരിക്കും ഇത്. ഞാനിത് എടുത്തിട്ട് ഉടനെ ഞാൻ അപ്ലോഡും ചെയ്യാം. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു ജ്വല്ലറി ഓർണമെൻറ്റ്സ്, ഒരു അഫോർഡബിൾ റേറ്റിനുള്ള ജ്വല്ലറീസ് ഒരു വെബ്സൈറ്റിൽ ഞാൻ കണ്ടപ്പം എന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കാരണം അതിനകത്ത് ഒരു പ്രൊഡക്റ്റൊക്കെ കണ്ടപ്പം നല്ലതാണെന്ന് തോന്നി. ഞാൻ പാക്കേജ് ഓപ്പൺ പോലും ചെയ്തിട്ടില്ല, അതുപോലെ ഇരിക്കുകയാണ്. ഇപ്പോൾ നിങ്ങളുടെ മുമ്പ് വെച്ച് ഓപ്പൺ ചെയ്യാം. പിന്നെ അതിന് മുമ്പ് ഒരു കാര്യം, എല്ലാവരും ഒന്ന് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോസിന് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക. അതേപോലെ വീഡിയോസിന് ഫ്രണ്ട്സിനും ഫാമിലീസിനും ഷെയർ ചെയ്യുക. അപ്പോൾ ഞാൻ ഇടുന്ന വീഡിയോസിൽ എന്തെങ്കിലും ഇമ്പ്രൂവ്മെൻറ്റ്സ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ ഒരു ഫ്രണ്ടിനെ പോലെ തന്നെ നിങ്ങൾക്കൊന്ന് കമൻറ്റ് ചെയ്യുക. ഓക്കെ, അപ്പം ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒരു ഹാർട്ട് സിമ്പിൾ കൊടുക്കുക. അതേപോലെ എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഒന്ന് ഫോളോ ചെയ്യുക. അതേപോലെ എൻ്റെ ഫേസ്ബുക്ക് പേജ്. ഇതാണ് പ്രോഡക്റ്റ് കേട്ടോ. സംഭവം ഇതാണ്. ഈ ലില്ലി ഒറിജിനൽ എന്ന് പറയുന്ന ഈ ഒരു കണ്ടോ, ഇത് ഒരു എനിക്ക് കുറച്ച് നാളുകൊണ്ട് ഇത് വാങ്ങിക്കണോ വേണ്ടത് ഞാൻ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം അഫോർഡബിൾ പ്രൈസാണ്. എല്ലാം അണ്ടർ 200. ഇയർ റിങ്സ് ഒക്കെ അത്യാവശ്യം നല്ല, ഞാൻ ഒരുപാട് പേരുടെ ഇയറിൽ കണ്ട കുറേ ഫാഷൻ, നല്ല വെസ്റ്റേൺ വെയറിനായാലും എത്തനിക് വെയറിനായാലും മിക്സഡ് വെയറിനൊക്കെ ആയാലും കോളേജ് സ്റ്റുഡൻസിന് അതേപോലെ വർക്കിംഗ് വുമൻസിനൊക്കെ ഇടാൻ പറ്റിയ നല്ലൊരു ഫാഷനബിൾ ആയിട്ടുള്ള ഇയർ റിങ്സ് കാണുന്നുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ഒരു ഇത് ഈ വെബ്സൈറ്റിൽ കണ്ടപ്പോൾ ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന്. ഇത് PR പെയ്ഡ് പ്രൊമോഷനോ ഒന്നുമല്ല. ഇതും ഞാൻ ക്യാഷ് കൊടുത്ത് വാങ്ങിച്ച പ്രോഡക്റ്റാണ്. ഇതിനകത്ത് പ്രോഡക്റ്റ്സ് ഒക്കെ എനിക്ക് ഇഷ്ടപ്പെടുന്നു. വാങ്ങിക്കണോ വേണ്ടി പല പ്രാവശ്യം ചിന്തിച്ചിട്ടാണ് വാങ്ങിച്ചത്. ഇത് ലില്ലി ഓർഗാനിക്സ് ആണ്, ഇന്ത്യൻ ബ്രാൻഡാണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഇതൊരു ഇന്ത്യൻ ബ്രാൻഡാണ്. സ്കിൻ സേഫാണ്, യൂണീക്ക് ഡിസൈനാണ്. സത്യം ഞാൻ വെബ്സൈറ്റ് നോക്കിയപ്പം ഫുൾ യൂണീക്ക് ഡിസൈനാണ്. ഞാൻ ഓപ്പൺ പോലും ചെയ്തിട്ടില്ല. അപ്പം എന്തൊക്കെയാണ് പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം. നല്ല പാക്കേജിങ്ങാണ് കേട്ടോ, അടിപൊളിയാണ്. യുണീക്ക് പീസാണ്. നമ്മൾ യുണീക്കായിട്ട് കുറച്ച് പ്രോഡക്റ്റ്സ് ഒക്കെ നമ്മൾ നോക്കി വെച്ചിരിക്കും, പക്ഷേ അത്യാവശ്യം അതെല്ലാം പ്രൈസി ആയിരിക്കും. അപ്പോൾ നമുക്ക് ഞാൻ അധികം നീട്ടുന്നില്ല, ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. ഇതിൽ എനിക്ക് പ്രോഡക്റ്റ്സ് വാങ്ങിച്ചപ്പം ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സും ഉണ്ട്. അപ്പം ആദ്യം എല്ലാം വലിയ സേഫ്റ്റി ഇതൊന്നുമില്ല കേട്ടോ. കാര്യങ്ങൾ കവറിൽ ചുമ്മാ നോർമലായിട്ട് കൊടുത്തേക്കുന്നേ ഉള്ളൂ. നമുക്ക് എന്തായാലും നോക്കാം. ഓക്കെ, ഫസ്റ്റ് എൻ്റെ കയ്യിൽ കിട്ടിയിട്ടുണ്ട് ഈ ഒരു, കാണുന്നുണ്ടോ, ഈ ഒരു ഫ്ലവറിൻ്റെ ഒരു ഇയർ സ്റ്റഡാണ്. സംഭവം അടിപൊളിയാണ്. അടിപൊളി എന്ന് പറഞ്ഞാൽ പോലെ നല്ലൊരു ഈ ഇങ്ങനത്തെ ഇത് യുണീക്ക് ഒരുപാട് പേര്, നമ്മൾ ഇൻഫ്ലുവൻസൊക്കെ ഒരുപാട് പേര് ഇട്ട് കണ്ടിട്ടുണ്ട്. ഇതാണ് സംഭവം. കൊള്ളാട്ട് നല്ല വെസ്റ്റേൺ വെയറൊക്കെ ഇത് ഇട്ടാൽ സംഭവം അടിപൊളിയായിരിക്കും. ഈ ഒരു പീസ് മതി, അധികം വെയിറ്റ് ഒന്നുമില്ല, പക്ഷെ നല്ലൊരു സോഫ്റ്റ് ടച്ചാണ് കേട്ടോ. നല്ലൊരു സോഫ്റ്റ് ടച്ചാണ്. അപ്പം ഈ ഒരു സംഭവം നമുക്ക് ഒന്ന് ട്രൈ ചെയ്യാം. ഇതിൻ്റെ പ്രൈസ് എനിക്ക് തോന്നുന്നു 99 ആണെന്ന്. 99 ആണ് എൻ്റെ ഷുവർ ആയിട്ട് എനിക്ക് തോന്നുന്നു. 99 റുപ്പീസാണ് ഇപ്പോൾ. സംഭവം അടിപൊളിയാണ്. എന്തെങ്കിലും പ്രൈസിന് വ്യത്യാസമുണ്ടെങ്കിൽ ഞാൻ സ്ക്രീനിൽ എവിടെയെങ്കിലും അപ്ഡേറ്റ് ചെയ്തേക്കാം. ഓക്കെ, ഇത് മിക്കവാറും എല്ലാവരും ഈ വെബ്സൈറ്റ് മിക്കവാറും എല്ലാ അടുത്തിടെ ഈ ന്യൂ ഇയർ അടുപ്പിച്ചാണ് ഞാനിത് കാണാൻ തുടങ്ങിയത്. ഈ വെബ്സൈറ്റിൽ ഇത് നമ്മൾ ഇൻസ്റ്റാഗ്രാമിൽ യൂട്യൂബ് നമ്മൾ ഓപ്പൺ ചെയ്തപ്പം ഇത് കണ്ടിട്ട് എനിക്ക് പ്രോഡക്റ്റിൻ്റെ ആ ഒരു ക്വാളിറ്റി, ആ ഒരു വീഡിയോയിലുള്ള ക്വാളിറ്റി വെച്ചാൽ ഞാൻ വലിയ പ്രതീക്ഷയോടെയല്ല വാങ്ങിച്ചത്, പക്ഷേ സംഭവം അടിപൊളിയാണ്. നെക്സ്റ്റ് ഒരു ഓക്സിഡൈസ്ഡ് ആയിട്ടുള്ള ഒരു സിൽവർ ഇയർ റിംഗ് നോക്കാം. നെക്സ്റ്റ് ഇതാണ്. ഇതിന് ചെറിയ കിലുക്കമുണ്ട് കേട്ടോ, കേൾക്കുന്നുണ്ടോ? ചെറിയ കിലുക്കമുണ്ട്. കൊള്ളാം, നല്ല യുണീക്ക് പീസാണ്. നമുക്ക് യുണീക്കായിട്ട് നല്ലൊരു ഇയർ റിങ്സ് ഒക്കെ നോക്കുന്നുണ്ടെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാമെന്നാണ്. സംഭവം ഇവിടെ ഇങ്ങനെ കോളേജ് ഗോയിങ് ഗേൾസിനൊക്കെ സംഭവം അടിപൊളിയായിട്ട്, കാരണം നമുക്ക് വെറൈറ്റി ആയിട്ടൊക്കെ ഇയർ റിങ്സ് ഇടണം താല്പര്യമുള്ള ഈ വെബ്സൈറ്റ് ഒന്ന് തീർച്ചയായിട്ടും ഒന്ന് ഞാൻ ഇത്രയും ഒരു ക്വാളിറ്റി നല്ല ക്വാളിറ്റിയാണ് കേട്ടോ. എനിക്ക് ആ ഫസ്റ്റ് ഇംപ്രഷൻ തന്നെ എനിക്ക് ഓക്കെയാണ്. നമുക്ക് എന്തായാലും കൊടുത്ത പ്രൈസ്, ഇതിൻ്റെയൊക്കെ പ്രൈസ് അണ്ടർ 200 ഉള്ളൂ, അതിൽ കൂടുതൽ എന്തായാലും. പിന്നെ ബ്രേസ്ലെറ്റ്, സെറ്റ് ഓഫ് ബ്രേസ്ലെറ്റ്സ്, ഇതുപോലത്തെ സംഭവമൊക്കെ
സെറ്റായിട്ടുള്ളത് കിട്ടും. അതിനൊക്കെ ഇച്ചിരി പ്രൈസ് മുമ്പിലോട്ടാണ്. ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് പറയുന്നത് ഇച്ചിരി ഹയർ ആയിട്ടാണ്. പക്ഷേ ഇതിൻ്റെ ഓഫർ പ്രൈസാണ്, ഓഫറിലുള്ളതുകൊണ്ടാണ് ഞാൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ച് നോക്കിയത്. വെസ്റ്റേൺ വെയറിനായാലും നമ്മൾ ട്രഡീഷണൽ കുർത്തീസിനായാലും ടോപ്സ് ജീൻസ് എല്ലാത്തിനും നല്ല അഫോർഡബിൾ ആയിട്ടുള്ള ഇയറിങ്സ് ഈ ഒരു വെബ്സൈറ്റിലുണ്ട് കേട്ടോ. ചെക്ക് ചെയ്ത് നോക്കുക. സംഭവം ഈ ഓഫർ എത്ര നാളത്തേക്ക് പോകുമെന്ന് അറിയത്തില്ല. കാരണം കുറച്ച് നാൾ അവർ ഈ ഓഫറിൻ്റെ കാര്യം കുറച്ചായിട്ടേ പറഞ്ഞിട്ടുള്ളൂ. പക്ഷേ ഈ ഒരു ഇയറിങ് എനിക്ക് ഇത്ര ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഒരു യുണീക്ക് പീസിനെ പറയാം നമുക്ക്. കാരണം ഈ യുണീക്ക് പീസ് നമ്മൾ കൊറിയൻ സീരീസിലൊക്കെ നമുക്ക് കൊറിയൻ സീരീസ് കാണുന്നവരാണ്. ഞാൻ കൊറിയൻ സീരീസ് കാണാറില്ല, പക്ഷേ ഷോർട്സ് ഒക്കെ കാണാറുണ്ട്. നമ്മൾ യൂട്യൂബിലൊക്കെ ഷോർട്സ് അങ്ങനെയൊക്കെ വരുമ്പോൾ കാണാറുണ്ട്. അതിനകത്ത് ഞാൻ ഇതുപോലത്തെ ഇയറിങ്സ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഇങ്ങനെ ക്യൂട്ടായിട്ടുള്ള ഇയറിങ്സ് കാണാറുണ്ട്. അപ്പം അങ്ങനെയാണ് ഇതെനിക്ക് ഒന്ന് ട്രൈ. നമ്മളിത് സാധാരണ എനിക്ക് തോന്നുന്നു ആമസോണിലൊക്കെ ഇങ്ങനത്തെ യുണീക്ക് പീസൊക്കെ കിട്ടാൻ കുറവാണ്. കിട്ടണമെങ്കിലും അത്യാവശ്യം പ്രൈസിങ് കൂടാണ്. പക്ഷേ ഇത് നമുക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസും കൂടാണ്. നമ്മുടെ ഇന്ത്യൻ ബ്രാൻഡ് ഇങ്ങനെ ഒരു അടിപൊളി യൂണീക്ക് പീസ് ഉണ്ടെന്ന് ഞാൻ അറിഞ്ഞില്ല. ഇതാണ് അത്. സംഭവം സ്റ്റിഫായിട്ടിരിക്കത്തേ ഉള്ളൂ കേട്ടോ, അല്ലാതെ പ്രത്യേകിച്ച് ഇങ്ങനെ ചെയ്ത്. പക്ഷെ സംഭവം കൊള്ളാൻ. നമുക്ക് ഒരുപാട് ഹെവി ആയിട്ട് ഇടുന്ന ഇഷ്ടമല്ല, മിനിമലായിട്ട് ഇട്ടാൽ എന്നുള്ളവർക്ക് ഇതൊന്ന് ട്രൈ ചെയ്യും. ഇത് യൂണീക്ക് പീസും ആയിരിക്കും, അധികം ഭാരവും അങ്ങനെയൊന്നുമില്ല. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ലൈറ്റ് വെയിറ്റ് എന്ന് പറഞ്ഞാൽ ഞാനിപ്പോൾ എടുത്ത പ്രോഡക്റ്റ് അല്ല, ലൈറ്റ് വെയിറ്റ് ആണ്. ഇത്രയും ലൈറ്റ് വെയിറ്റ് ആയിരിക്കും അറിഞ്ഞില്ല. പിന്നെ ചിലപ്പോൾ വാട്ടർ പ്രൂഫ് ആണോ എന്ന് ചോദിച്ചാൽ എനിക്ക് അത്ര ഷുവറല്ല. ഞാനിതിൻ്റെ വെബ്സൈറ്റ് ഒന്നും കൂടെ കയറിയിട്ട് ഇത് വാട്ടർ പ്രൂഫ്, എനിക്ക് തോന്നുന്നു വാട്ടർ പ്രൂഫ് ആണെന്നാണ് ഇത് പറഞ്ഞതിലൂടെ തോന്നുന്നത്. ആണെങ്കിൽ ഇത് സംഭവം അടിപൊളിയാണ്. ഫസ്റ്റ് എനിക്ക് കിട്ടിയത് ഈ ഒരു ഇയറിങ് ഫസ്റ്റ് കണ്ടതുകൊണ്ടാണ് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചത്. കാരണം അടിപൊളിയായിട്ടുള്ള യൂണീക്ക് പീസ് എന്ന് പറഞ്ഞപ്പോൾ യൂണീക്ക് പീസാണ്. ഇതങ്ങനെ എല്ലായിടത്തും കാണാൻ സാധ്യതയില്ല. ഇങ്ങനെ ഉണ്ടെന്ന് നമുക്ക് യൂസ് ചെയ്തിട്ട് പറയാം. ഈ ഒരു റേഞ്ച് സംഭവം അടിപൊളി. ഒരു ലീഫ് സ്റ്റെമ്മൻ ലീഫിൻ്റെ കൂട്ട് എന്താ ക്വാളിറ്റി എന്നറിയാം. എന്താ അടിപൊളി ക്വാളിറ്റിയാണ് സംഭവം. എനിക്ക് പറയാനില്ല ഇത് എത്രത്തോളം എല്ലാവർക്കും മനസ്സിലാവുന്നതെന്ന് അറിയാൻ വയ്യ. പക്ഷേ സൂപ്പറാണ്. ലൈറ്റ് വെയിറ്റ് ആണ്. ഇതിലെല്ലാം ഇത്ര ലൈറ്റ് വെയിറ്റ് ആണ്. നമുക്ക് ഇതൊന്ന് ഇട്ട് നോക്കാം. ഇതാണ് എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടത് ഈ ഒരു റേഞ്ചിൽ. പിന്നെ വെറൈറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റും സംഭവം സൂപ്പർ. ഇതാണ് പ്രോഡക്റ്റ്. എനിക്ക് ഇത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. യൂണീക്കായിട്ട് തോന്നി. നല്ലൊരു. പക്ഷേ ഞാൻ വിചാരിച്ചത് ഇത്തിരി ഹെവിനെസ് കൂടുതലായിരിക്കും. കാരണം അത് കണ്ടപ്പോൾ ഒരു ഹെവി എന്താ പറയുക സ്റ്റിഫായിട്ടിരിക്കുന്നതോടെ എനിക്ക് തോന്നിയത്. മറ്റേ നേരത്തെ ഇതിന് മുമ്പ് കാണിച്ച കമ്മൽ അത് ഞാൻ ഇച്ചിരി ഹാങ്ങിങ് ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ അത് സ്റ്റിഫും, ഇത് നല്ല ഹാങ്ങിങ് ആണ് കേട്ടോ. സംഭവം സൂപ്പറാണ്. കുർത്തേസൊക്കെ യൂസ് ചെയ്യുന്ന യൂണീക്കായിട്ട് ഇയറിങ്സ് നോക്കുന്നുണ്ടെങ്കിൽ ഈ വെബ്സൈറ്റിൽ കയറി ട്രൈ ചെയ്യുക. ഇപ്പോൾ ഓഫർ ഉള്ളതുകൊണ്ട് നിങ്ങൾ മസ്റ്റായിട്ട് ട്രൈ ചെയ്യുക. കിട്ടുവാണ്. അടിപൊളിയാണ്, പറയാനില്ല. എനിക്ക് അത്രയ്ക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. നെക്സ്റ്റ് ഞാൻ കാണിക്കുന്നത് ഒരു സ്റ്റഡ് ടൈപ്പ് എന്ന് പറയുമ്പോൾ സ്റ്റഡ് ടൈപ്പാന്ന് വിചാരിച്ച് വാങ്ങിച്ചതാണ്. പക്ഷേ ഇതും ഹാങ്ങിങ് ആണ്. അടിപൊളിയാണ്. ഇതും എനിക്ക് തോന്നുന്നു 99 റുപ്പീസാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അത്യാവശ്യം പ്രൈസ് വരുന്നത്. ഓപ്പൺ ചെയ്തതാണ്. എനിക്ക് നല്ല എക്സൈറ്റ്മെൻ്റ് ആണ് കേട്ടോ. കാര്യം എൻ്റെ ഫേസ് കാണുമ്പോഴേ എല്ലാവർക്കും അറിയാം ഞാൻ ഇത്രയ്ക്ക് നല്ല ക്വാളിറ്റിയാണ്, ഇത്രയ്ക്ക് നല്ല യുണീക്ക് നമ്മൾ ആ ഒരു വെബ്സൈറ്റിൽ കണ്ടതിൻ്റെ കൂട്ട് ആയിരിക്കുമോ എന്ന് എനിക്ക് സംശയം ഉണ്ടായിരുന്നു. മാജിക് ഇൻ എവറി ഡേ ഇവരെല്ലാം ഈ ഒരു ഇതിനകത്ത് എഴുതിയിട്ടുണ്ട്. മാജിക് ഇൻ സംഭവം സൂപ്പറാണ്. ട്രൈ ചെയ്യുക. യൂണീക്കായിട്ട് പ്രോഡക്റ്റ്സ് വേണം, യൂണീക്കായിട്ട് പ്രോഡക്റ്റ് ട്രൈ ചെയ്യണം. അത് അഫോർഡബിൾ പ്രൈസിലാണെങ്കിൽ ഇപ്പം ട്രൈ ചെയ്യുക, വാങ്ങിക്കുക, ഓർഡർ കൊടുക്കുക, വാങ്ങിക്കുക. എത്ര നാളത്തേക്ക് ഈ ഓർഡർ കാണുമ്പോൾ ഈ സ്റ്റഡ് ടൈപ്പൊക്കെ ഉള്ളവർ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചെറുതായ സ്റ്റഡ് മാത്രം മതി, അല്ലാതെ ഒരുപാട് ഹാങ്സ് ഒന്നും വേണം. യുണീക്കുമാണ് സംഭവം അടിപൊളിയാണ്. വെയിറ്റും ഇല്ല, അത്ര വെയിറ്റൊന്നുമില്ല. നെക്സ്റ്റ് ഒരു സിൽവർ ടൈപ്പ് ഇതാണ്. ഇതിനകത്ത് സിൽവർ കോട്ടിങ്ങും ഗോൾഡ് കോട്ടിങ്ങും ഉള്ളതുണ്ട്. അപ്പോൾ നമുക്ക് ഏതാണോ അതനുസരിച്ച് യൂസ് ചെയ്യാവുന്നത്. നെക്സ്റ്റ് ഞാനൊരു ഈ ഒരു ചെറിയ സ്റ്റഡ് നേരത്തെ കാണിച്ച ആ ഒരു ഗോൾഡൻ്റെ സ്റ്റഡിൻ്റെ അതേ ഒരു
ഇതിൽ തന്നെ ഉള്ളൊരു പാറ്റേൺ ആണ് ഞാൻ വാങ്ങിച്ചിരിക്കുന്നത്. യുണീക്ക് പീസൊക്കെ ഇടണമെന്ന് ആഗ്രഹമുണ്ട്. പക്ഷെ ചില യുണീക്ക് പീസൊക്കെ ഭയങ്കര വലുതായിരിക്കും. പിന്നെ ചില യുണീക്ക് പീസ് ഒത്തിരി വെയിറ്റ് ഉള്ളതായിരിക്കും. അങ്ങനെയൊക്കെ ഉള്ളത് ഇത് ഈ ഒരു വെബ്സൈറ്റ് ഞാൻ പിന്നെയും പറയുകയാണ്, ഈ ഒരു വെബ്സൈറ്റ് ട്രൈ ചെയ്ത് നോക്കുക. സംഭവം യുണീക്ക് പീസാണ്, വെയ്റ്റ്ലെസ് ആണ്. അധികം വെയിറ്റ് ഒന്നും അങ്ങനെ അറിയുന്നുമില്ല. എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത്രയും നാൾ ശേഷമാണ് ഇത്രയും നല്ല യുണീക്ക് പീസും യുണീക്ക് പ്രോഡക്റ്റ് ഞാൻ ട്രൈ ചെയ്തിട്ട് എനിക്ക് ഇഷ്ടപ്പെടുന്നത്. സംഭവം അടിപൊളിയാണ്. സേഫായിട്ട് നോക്കിയാൽ മതി എന്ന് തോന്നുന്നു. കളറൊന്നും അങ്ങനെ പോകത്തില്ല. പക്ഷേ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഈ ഒരു റേഞ്ചിലുള്ളത് സ്മോൾ ടൈപ്പും അഫോർഡബിൾ, ഇതെല്ലാം അഫോർഡബിൾ പ്രൈസാണ് കേട്ടോ. അഫോർഡബിൾ ഒരു യുണീക്ക് പീസാണ്. യുണീക്ക് പീസ് എന്ന് പറയുമ്പോൾ ഇത്രയൊക്കെ അടിപൊളിയായിരിക്കും ഞാൻ വിചാരിച്ചില്ല. ഈ ഒരു ഹാഫ് ബട്ടർഫ്ലൈ വിങ്സ് പോലുള്ളത് ബട്ടർഫ്ലൈൻ്റെ തൊട്ട് അടിപൊളിയായിട്ട് എനിക്കതേ കണ്ടപ്പോൾ ഞാൻ ഭയങ്കര എൻ്റെ ഫേസാണ്. പക്ഷേ എന്നാലും ഒത്തിരി വലുതായിരിക്കും എന്നൊരു പേടിയുണ്ടായിരുന്നു. അതിനകത്ത് മോഡൽസൊക്കെ ഇടുന്നതും കാണിക്കുന്നുണ്ട്. പക്ഷേ വലുതായിരിക്കുമോ എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു. സംഭവം ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. ഞാൻ ആദ്യം കണ്ടപ്പോൾ വെയിറ്റ് കൂടുതലായിരിക്കും, ഹെവി വെയിറ്റ് ആയിരിക്കും, മെറ്റൽ ഹെവി ആയിരിക്കും എന്നൊക്കെ വിചാരിച്ചു. അല്ല നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ചിലപ്പോൾ വളച്ച വളയാ ഒരു നമുക്ക് ഇഷ്ടത്തിന് സ്റ്റൈലാക്കി വെക്കാൻ പറ്റിയ രീതിയിൽ തന്നെയാണ് ഇവർ ഡിസൈൻ ചെയ്തേക്കുന്നത്. ഇത്രയും നാൾ എനിക്കിത് അറിയാതെ പോയല്ലോ എന്നുള്ള സങ്കടം. അടിപൊളിയാണ് കേട്ടോ. നമുക്ക് ഒന്ന് സ്റ്റൈൽ ചെയ്യാൻ നല്ല സൂപ്പർ റേഞ്ചാണിത്. നെക്സ്റ്റ് വേറൊരു വെറൈറ്റി പ്രൊഡക്റ്റാണ്, ഇയറിംഗ് ആണ്. സംഭവം കണ്ടിട്ട് ഇഷ്ടപ്പെട്ട് ഞാൻ മനസ്സിലായതാണ്. ഈ ഒരു ഇയറിംഗ് ലേസി അടിക്കുന്നുണ്ടോ? ഞാനിത് ഓപ്പൺ ചെയ്ത് കാണിച്ചു തരാം. ഓക്കെ, ഇതൊരു ഹാങ്ങിങ് ടൈപ്പാണ്. ഇങ്ങനത്തെ ഹാങ്ങിങ് ടൈപ്പ് ഇപ്പോൾ പിന്നെയും ഒരു ഫാഷനായിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു സംഭവം എങ്ങനെ ഉണ്ടെന്ന് അറിയാനാണ് ഞാൻ വാങ്ങിച്ചത്. ഇതിൽ കണ്ട ഈ ഒരു ₹1 കോയിൻ പോലെ കണ്ടോ, അങ്ങനെ ഇട്ടിട്ടുണ്ട്. നമുക്ക് ഒരു കാര്യം കണ്ടത്, ഇത് നമ്മൾ നോക്കി ഊരിയില്ലെങ്കിൽ കാര്യം ടൈറ്റ് ആണെങ്കിൽ ഇതിലേ കൂടെ ഈ മുത്ത് പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം കെയർഫുള്ളായിട്ട് ഊരുക. ഞാൻ നോക്കുക. ഓക്കെ, ഇങ്ങനത്തെ ഇയറിങ്സ് ഇഷ്ടപ്പെടുന്ന ഒത്തിരി പേരുണ്ട് കേട്ടോ. ഇങ്ങനെ റിംഗ് ടൈപ്പിനുള്ളത്. അതൊരു കുഞ്ഞു ഫേസൊക്കെ ഉള്ളവർ, ഒരു ചബ്ബിയല്ലാതെ കുഞ്ഞു ഫേസൊക്കെ ഉള്ളവർക്ക് ഇങ്ങനത്തെ ഇതിങ്ങനെ ഇടുമ്പോൾ സംഭവം നല്ല അടിപൊളിയായിരിക്കും. എനിക്കിത് ഒത്തിരി ഇഷ്ടപ്പെട്ടു. ഇത് നല്ലൊരു യൂണിക് പീസാണ്. ജീൻസിൻ്റെ കൂടെ, കുർത്തേസിൻ്റെ ടോപ്സിൻ്റെ കൂടെ ഒക്കെ നല്ല ആപ്റ്റായിട്ട് പോവും. നെക്സ്റ്റ് ഒരു യൂണിക് പീസാണ് ഈ ഒരു ചെയിൻ ടൈപ്പ്. ഇതിനെ എന്ത് ചെയിനാണ് പറയണ്ടേ, ഇത് ചെയിൻ ടൈപ്പ്. നമ്മുടെ ബോയ്സിൻ്റെ ഒക്കെ കയ്യിൽ നമ്മൾ അവരുടെ ബ്രേസ്ലെറ്റിൻ്റെ ഒക്കെ മിക്കവാറും ഉള്ള സിൽവർ ആയാലും പ്ലാറ്റിനം ആയാലും ഗോൾഡ് ആയാലും ഇങ്ങനത്തെ ചെയിൻസ് ആയിരിക്കും കൂടുതലിടുന്നത്. അപ്പോൾ ഇതൊരു യൂണിക് പീസ് തന്നെയല്ലേ എന്ന് വിചാരിക്കുന്ന ഒത്തിരി പ്രോഡക്റ്റ്സിനത് കിട്ടും. ഞാൻ ഇതൊക്കെ ഭയങ്കര ഹെവി ആയിരിക്കും എന്ന് വിചാരിച്ചു. പക്ഷേ ഒട്ടും ഹെവി ഇല്ല കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ആണ്. ഞാൻ ഹെവി ആയിരിക്കുമോ എന്നുള്ള ഡൗട്ടിൽ തന്നെയാണ് ഞാൻ ഇത് ഓപ്പൺ ചെയ്തപ്പോഴുന്നത്. പക്ഷേ എല്ലാം നമുക്ക് ഡെയിലി യൂസ് ചെയ്യാൻ പറ്റുന്ന, ഓഫീസ് ഗോയിങ്ങിനൊക്കെ ഉള്ളവർക്ക് യൂസ് ചെയ്യാൻ പറ്റിയ പ്രോഡക്റ്റാണ്. ഒട്ടും ഹെവി, ഇതിനും ഒട്ടും ഹെവി, ഇതിനും ഇച്ചിരി ഹെവി. നെക്സ്റ്റ് കാണിക്കാൻ പോകുന്ന ഒരു യൂണീക്ക് പീസായിട്ടുള്ള പ്രോഡക്റ്റാണ്. ഇത് കണ്ടോ, ഇതൊക്കെ കാണുമ്പോൾ എങ്ങനെ വാങ്ങിക്കാതിരിക്കും. കാരണം അടിപൊളിയാണ്. അത്ര വലുതൊന്നുമല്ല, നമുക്ക് യൂസ് ചെയ്യാൻ ഡെയിലി യൂസിനൊക്കെ നല്ല അടിപൊളിയായിട്ടുള്ള പ്രോഡക്റ്റാണ് കേട്ടോ. ഡെയിലി യൂസിനൊക്കെ സംഭവം അടിപൊളിയായിട്ട് പോകും. ഉണ്ടല്ലേ, എന്താ യൂണീക്ക് പീസാണ്, നല്ല അടിപൊളിയാണ്. ഞാൻ ഇതിനൊക്കെ ഒത്തിരി പ്രൈസാവും. ഞാൻ നോക്കിയിട്ടുണ്ട്, വേറെ വെബ്സൈറ്റ് ഷീനിലൊക്കെ ഞാൻ സംഭവം നോക്കിയിട്ടുണ്ട്. അതിനകത്തൊക്കെ നല്ല പ്രൈസിയാണ്. അതേപോലെയല്ല ഇത്രയും എലഗൻ്റായിട്ട് തോന്നിയിട്ടുമില്ല. പക്ഷേ സംഭവം അടിപൊളിയാണ്. വീഡിയോ ഒരുപാട് ലെങ്ത് ആവണ്ടെന്ന് വിചാരിച്ച് ഞാൻ പെട്ടെന്ന് കാണിക്കാം. ഇതാണ് നെക്സ്റ്റ് യൂണീക്ക് പീസ്.
ഇതും 99 150 150 അത്രയാണ്. അതിൽ കൂടുതൽ ഇല്ല ഇതിൻ്റെ പ്രൈസൊന്നും. സംഭവം അത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പോൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. കണ്ടില്ലയോ? നെക്സ്റ്റ് ഇയറിംഗ് ഇതാണ്. ഇത് നല്ല യൂണീക്ക് പീസുള്ള ഒരു ഇയറിംഗ് ആണ്. ഇതുപോലെ ഇതിനകത്ത് ഇയറിങ്സും ചെയിൻസ് നെക്ക് പീസ് ഒക്കെ നമുക്ക് കാണുമ്പോഴേ വാങ്ങിക്കാൻ തോന്നും, എടുത്തെടുത്ത് കാട്ടിലിടാൻ തോന്നും. അതുപോലെയാണ്. നിങ്ങൾ വാങ്ങിക്കാൻ ട്രൈ ചെയ്ത് ഒരു 2-3 വാങ്ങിച്ച് ട്രൈ ചെയ്യുക. ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. ലാസ്റ്റ് ബട്ട് നോട്ട് ദ ലീസ്റ്റ് ഇയറിങ്ങിനകത്ത് ലാസ്റ്റായിട്ട് ഉള്ളൊരു ഫസ്റ്റ് ഞാൻ വിചാരിച്ചു ഞാൻ കുഞ്ഞു വള വാങ്ങിച്ചിട്ടുണ്ട്. പിന്നെ മനസ്സിലായി ഇത് വള വാങ്ങിച്ചല്ല, ഇതൊരു ഹൂക്ക് ഇയറിങ്സ് ആണ്. ഹൂക്ക് ടൈപ്പ് ഒക്കെ ഇഷ്ടപ്പെടുന്നത് വാങ്ങിച്ച് ട്രൈ ചെയ്യാൻ പറ്റുന്ന സംഭവമാണ്. ഇത് ഞാൻ ഇടുമോ എന്നറിയത്തില്ല, കാരണം ഇങ്ങനത്തെ റിങ്സ് എനിക്ക് ഇത്ര കംഫർട്ടായിട്ട് തോന്നിയിട്ടില്ല. ഇടുമോയെന്നും എനിക്ക് ഉറപ്പൊന്നും പറയാൻ. പക്ഷെ കുർത്തേഴ്സൊക്കെ കൂടെ ചിലപ്പോൾ മാറ്റായിട്ട് എനിക്ക് തോന്നുന്നു. ഇങ്ങനത്തെ റിങ്സൊക്കെ ഇങ്ങനത്തെ ഇയറിങ്സ് ഒക്കെ കുർത്താസിൻ്റെ കൂടെ നല്ല ആപ്റ്റായിട്ട് പോകും. സംഭവം അടിപൊളിയായിട്ട് പോകും. അപ്പം കുർത്താസൊക്കെ ഇടുന്നവർ, ഇങ്ങനത്തെ റിങ്സ് നോക്കുന്നവരൊക്കെ ഇങ്ങനത്തെ ഒരു റേഞ്ച് ഒക്കെ നോക്കുന്നവർ ഒന്ന് ട്രൈ ചെയ്യാവുന്നതാണ്. മറ്റേ അഫോർഡബിൾ പ്രൈസിന് സംഭവം ഗുഡ്. പക്ഷേ ഇത് എനിക്ക് അങ്ങോട്ട് ഇഷ്ടപ്പെടുന്നു. ഞാൻ ഇത് ഇച്ചിരി ചെറുതായിരിക്കും എന്ന് വിചാരിച്ചു, പക്ഷേ ഇത് ഇച്ചിരി വലുതാണ്. ഒറ്റ പ്രോഡക്റ്റ് ഞാൻ വാങ്ങിച്ചിട്ടുള്ളൂ, ചെയിൻ ടൈപ്പ്. ചെയിനാണോ ബ്രേസ്ലെറ്റാണോ അറിയത്തില്ല. ചെയിനാണ്, ഡബിൾ ചെയിനാണ്. ഞാൻ വെച്ച് ഡബിൾ ചെയിൻ ലെങ്തി ആയിരിക്കും എന്ന് വിചാരിച്ചിട്ട് ലെങ്തി ആയിരിക്കും. എനിക്ക് അതിനകത്ത് ഈ മോഡൽസ് ഇട്ടതിൻ്റെ ഒക്കെ കാണിക്കുമല്ലോ, അപ്പം അതിനകത്ത് നോക്കിയപ്പം അത്യാവശ്യം ലെങ്തി ആയിരുന്നു. ബട്ട് അത്ര ലെങ്തി ഒന്നുമല്ല. ചെവിയിൽ കമ്മല്ലാത്തത് കട്ടി അല്ല, അതൊന്നും ഒഴിവാക്കുക. കാരണം ഞാൻ അന്നേരം യൂസ് ചെയ്തിട്ട് അന്നേരം ക്ലീൻ ചെയ്ത് പാക്ക് ചെയ്തു. കണ്ടില്ലേ, അടിപൊളി നെക്ക് പീസ് ആണ് കേട്ടോ. റിഗ്രറ്റ് ആവുന്നു, ഇത് 2 നെക്ക് പീസും കൂടെ വാങ്ങിക്കാൻ വരുന്നുണ്ട്. കാരണം അടിപൊളി സെലക്ഷൻ ആയിരുന്നു. 2 കൂടെ വാങ്ങിച്ചായിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. അപ്പോൾ അതിനോട് ഞാൻ ഇതിനകത്ത് നിന്ന് എടുത്ത ഇയറിംഗ് തന്നെ എടുത്തത്. ഇതിനും ഐ തിങ്ക് സോ 200 ഒരു 199 അങ്ങനെ കണ്ടായിരുന്നു പ്രൈസ്. സാധാരണ എല്ലാ പ്രോഡക്റ്റിൻ്റെയും ഞാൻ സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാൻ പതിവുണ്ട്. ഇത് അത്ര ഒരു ഇതില്ല, ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ഇത്രയും പ്രോഡക്റ്റ് വാങ്ങിക്കുമ്പോൾ അവർ ഇങ്ങനത്തെ ഒരു ഫ്രീ പൗച്ച്, അമൗണ്ട് കൂടുന്നതനുസരിച്ചും പ്രോഡക്റ്റ് കൂടുന്നതനുസരിച്ചും അവർ ഫ്രീ ആയിട്ടുള്ള പ്രോഡക്റ്റ്സ് തരും. എനിക്ക് തോന്നുന്നത് ഏതോ ഒരു ഇയർ റിങ് ഫ്രീ ആയിരുന്നു എന്ന് സംശയമുണ്ട്. ഈ ഒരു അടിപൊളി പൗച്ചാണ് കേട്ടോ. ഇത്ര പ്രോഡക്റ്റ് വാങ്ങിച്ചപ്പം ഈ ഒരു പൗച്ച് നമുക്ക് കിട്ടി. നല്ലൊരു പിങ്കിഷ് ആയിട്ടുള്ളതാണ്. ഇവിടെ നമുക്ക് ചെയിൻസ് ഒക്കെ ഇടാം, സ്റ്റഡ്സ് ഒക്കെ ഇടാം. ഒരു ചെറിയ പൗച്ച്, നമുക്ക് ട്രാവലൊക്കെ ചെയ്യാൻ ഇപ്പം ഇയറിങ്സ് ഒക്കെ കൊണ്ടുപോകണമെങ്കിൽ ഇത് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. കൊള്ളാം. ഇതിന് എനിക്ക് തോന്നുന്നു അത്യാവശ്യം ഇങ്ങനത്തെ ഒരു പൗച്ചിനൊക്കെ നമ്മുടെ ആമസോണിലൊക്കെ നോക്കുകയാണെങ്കിൽ അത്യാവശ്യം പ്രൈസാണ്. പക്ഷേ എനിക്കിത് ഫ്രീ ആയിട്ടാണ് ഇതിൻ്റെ കൂടെ ഇത്രയും ഇയറിങ്സ് വാങ്ങിച്ചല്ലോ, അപ്പം ഇതിന് തരല്ലോ, അങ്ങനെ കിട്ടിയതാണിത്. പൗച്ച് ഇതിനകത്ത് ഞാൻ വാങ്ങിച്ച എല്ലാ പ്രോഡക്റ്റും കാണിച്ചു കഴിഞ്ഞു. അപ്പോൾ പ്രോഡക്റ്റ്സ് വേണ്ടുന്നവർ ഞാൻ ഇതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഈ ഒരു വെബ്സൈറ്റിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. പിന്നെ ട്രൈ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. കാരണം നമുക്ക് നല്ല യൂണിക് പീസായിട്ടുള്ള റിങ്സ് ഉള്ളതുകൊണ്ട് ചോദിക്കുകയും ചെയ്യും യൂണിക് പീസ് ആകുമ്പോൾ. കാരണം അങ്ങനെ അഫോർഡബിൾ അങ്ങനെ നമ്മൾ എല്ലായിടത്തുനിന്നും എനിക്കൊന്നും അങ്ങനെ കാണാറില്ല. ഒരു കൊറിയൻ സ്റ്റൈലിനും പ്രത്യേകിച്ച് ചില പ്രൊഡക്റ്റിൻ്റെ ഒക്കെ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു.
അപ്പം ഇയറിങ്സ് ഇഷ്ടപ്പെടുന്നവർ, ഇങ്ങനത്തെ ചെയിൻസൊക്കെ ഇഷ്ടപ്പെടുന്നവർ ഒന്ന് വെബ്സൈറ്റ് ഒന്ന് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്ന എൻ്റെ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യുക, ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബും സപ്പോർട്ടും തരുന്നതനുസരിച്ച് എനിക്ക് വീഡിയോ ചെയ്യാനുള്ള പ്രചോദനം കിട്ടും. അപ്പം ഇതുപോലത്തെ വീഡിയോസ് ഏതെങ്കിലും ബ്രാൻഡ്സിൻ്റെ അങ്ങനെ എന്തെങ്കിലും വീഡിയോസ് വേണമെങ്കിൽ ഒന്ന് പറഞ്ഞാൽ മതി. അപ്പം എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക, എൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒന്ന് ഫോളോ ചെയ്യുക. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് ഒരു വീഡിയോ കാണാം. ബൈ, ലവ് യു ഓൾ.